വളരെ നല്ല പ്രവൃത്തികളോടുകൂടി നിങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ശരിക്കും അഭിനന്ദനാർഹമാണ്. പിന്നെ എന്നെ ഈ ചടങ്ങിന് വിളിച്ചതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അഭയം എന്ന് പറയുന്ന ഈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ചെയ്യുന്നതായിട്ട് എനിക്ക് നല്ലൊരു നന്നായിട്ടൊരു പ്രിന്റ് ഔട്ടാണ് തന്നത്. ഞാനത് വായിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് എല്ലാം നമ്മളിവിടെ വിശദമായിട്ട് ബാബു സാർ പറഞ്ഞു. ഇനിയും അത് റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പോൾ അത് കുറച്ച് അരോചകമായിരിക്കും. അപ്പം മെയിൻലി നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് അവയവദാനത്തിനെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ അതുപോലെ നേത്രദാന ക്യാമ്പുകളും അത് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവയവദാനത്തിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയാണ് കേരളം കുറച്ച് പുറകിലാണ്. ഒന്നാമത് ഈ സഞ്ജീവനി എന്ന് പറയുന്ന ആ പരിപാടി പ്രോഗ്രാം നോക്കുമ്പോൾ നമുക്ക് 22, 23, 24 ഒരുപാട് കുറവ് ഡൊണേഷൻസ് ആണ് നടന്നിരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് ഒരു വർഷത്തിൽ ഏകദേശം 23 ഡൊണേഷൻ വരെ നടന്ന വർഷങ്ങളുണ്ട്. അപ്പോൾ അത് അവയർനെസ് കൂടുതലാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസുകളും കാര്യങ്ങളും ഒക്കെ വന്നു. അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു പരിപാടി കുറഞ്ഞു പോയത്. പക്ഷെ ഇപ്പോൾ അത് കേസോട്ടോ എന്ന് പറയുന്ന വലിയൊരു ബാനറിൽ അത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സാറ് സൂചിപ്പിച്ചതുപോലെ വോളണ്ടറി ഡൊണേഷൻ, അപ്പോൾ അതിന് നമ്മൾ എറണാകുളത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഞാൻ തന്നെ ചെയർമാനായ കമ്മിറ്റിയെ കുറിച്ചും കൂടെയാണ് സാറ് പറഞ്ഞത്. പലരും വരും, സാറിന്റെ ലെറ്റേഴ്സും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളും അവരെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. കാരണം ഇത്